നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പൊട്ടറ്റോ റോളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ റോൾ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. വളരെ കുറച്ച് സമയം മാത്രം മതി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പൊട്ടറ്റോ റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നന്നായി ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ചാട്ട് മസാലയുള്ളവർക്ക് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് കയ്യിലെടുത്ത് ഓരോ റോളുകളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാം. കയ്യിലൊരൽപ്പം എണ്ണ തടവിക്കൊണ്ട് ഇതിനെ നമുക്കിങ്ങനെ ഒന്ന് ചെറിയ റോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. പരത്തല്ല, ഉരുട്ടിയിട്ടാണ് എടുക്കേണ്ടത്. ഇതിലും വലുതാക്കണം എന്നുള്ളവർ വലുതാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഇത്രയും വലുപ്പത്തിലുള്ള ചെറിയ റോളുകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ വെളിച്ചെണ്ണ തടവുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ റോളുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല റേറ്റാണ്, 500 രൂപയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലും ഭേദം സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനെ നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഓരോരോ റോളുകളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഞാനിവിടെ റോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കതിനെ മറിച്ച് അടുത്ത ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റോളം എണ്ണയിൽ കിടന്നാൽ മതി, അത് റെഡിയാവും. ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ റോളാണിത്. നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനെ ഒന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സോസിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാൻ നല്ലതാണ്. ഇത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.